അവൻ വീട്ടിലേക്ക് കയറാതെ അവന്റെ അമ്മയെ അടക്കിയ വീടിന് പുറകിലത്തെ സ്ഥലത്തേക്ക് ചെല്ലുന്നു. ധ്രുവിന്റെ മനസ്സിലേക്ക് അവന്റെ അച്ഛന്റെ മുഖം ഓർമ്മ വരുന്നു. എല്ലാവരും പരിഹാസ ചിരിയോടെ നോക്കി ചിരിച്ച അതേ മുഖം ഓർത്തുകൊണ്ട് നിസ്സഹായതയോടെ അവൻ നിലത്തേക്കിരുന്നു. എന്നിട്ട് തന്റെ അമ്മയുടെ സമാധി സ്ഥലത്ത് തല താഴ്ത്തിയിരുന്ന് അവൻ ചോദിച്ചു, 3 വർഷങ്ങൾ കഴിഞ്ഞിട്ടും എനിക്ക് എന്റെ ശക്തി തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അച്ഛൻ മുഴുവൻ മാസിഡോണിയയിലെ ജനങ്ങളുടെ മുന്നിലും പരിഹസിക്കപ്പെട്ട് നിൽക്കേണ്ടി വരും. എന്തുകൊണ്ട് എന്റെ ശക്തി വർദ്ധിക്കാത്തത്? ഇത്രയും ചോദിച്ച ശേഷം അവൻ മുഷ്ടി ചുരുട്ടി ശക്തിയായി നിലത്തിടിക്കാൻ തുടങ്ങി. കുറെ നേരം അങ്ങനെ ഇടിച്ചു കഴിയുമ്പോൾ അവൻ തളർന്ന് അത് നിർത്തുന്നു. അമ്മ, എന്റെ ശക്തി തിരിച്ചു ലഭിക്കാനുള്ള എന്തെങ്കിലും ഒരു അത്ഭുത വഴി കാട്ടി തന്നാലും. ഇത് പറഞ്ഞു കഴിഞ്ഞതും അവന്റെ കാതിൽ ഒരു ശബ്ദം മുഴങ്ങി കേൾക്കുന്നു. ധ്രുവ്, നിനക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ കഴിയുന്നുണ്ടോ? ആ ശബ്ദം കേട്ട് ധ്രുവ് ഞെട്ടുന്നു. അവൻ ചുറ്റും നോക്കി. കാരണം അതേസമയം അവനെ കൂടാതെ ആ സമാധിയിൽ മറ്റാരുമില്ലെന്ന് അവൻ ഉറപ്പായിരുന്നു. അപ്പോൾ ആ ശബ്ദം വീണ്ടും മുഴങ്ങി. എന്നെ ചുറ്റും തിരയുന്നത് നിർത്തു ധ്രുവ്.